നാട്ടിൽ വന്നാൽ ശരിക്കും നമ്മളെ ഓടി അല്ലെങ്കിൽ കാണാൻ വരുന്ന ചില സുഹൃത്തുക്കളുടെ ഒരു സുഹൃത്താണ് നീയും ഞാനും കാട്ടും കൂടെ എപ്പോഴും ഗൾഫിലാണെങ്കിലും അല്ലേ. ഒരുപാട് സുഹൃത്തുക്കൾക്ക് നമുക്കുണ്ടെങ്കിൽ പോലും പലരുമായിട്ട് അങ്ങനെ എല്ലാവരും ഓടിയെത്തൂല. പക്ഷെ ഏതായാലും ചില ആളുകൾ എന്ത് തിരക്കാണെങ്കിലും ഓടിയെത്തി അങ്ങോട്ടും കാണും. അങ്ങനെയുള്ള ഒരു സുഹൃത്താണ് അമീദ്. ഞാനും അമീദും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള എപ്പോൾ വന്നാലും അമീദിന്റെ ചില പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടാവും. നല്ല പാട്ടുകാരൻ. ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും അമീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, ഒപ്പന പാട്ടിലെ ഇതായിരുന്നു ശരിക്കും അന്നത്തെ നമ്മളെ ഓരോ ഗ്രാമങ്ങളിലുള്ള പ്രോഗ്രാമിലെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഏരിയയിൽ നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മുക്കം തൊട്ട് ഇങ്ങനെ ഓരോ കവലകളിലും ഓരോ സീസണിൽ വരുന്ന അന്നത്തെ വലിയ എൻജോയ് ചെയ്താ ആ പാട്ടും ഇരിപ്പും രാത്രി പിന്നെ നടന്നു വരൂല്ലേ. അപ്പൊ നല്ല നല്ല പാട്ടുകളും നാടകവും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം. സത്യത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള തെരുവിലൊക്കെ ബക്കറ്റും ഒക്കെ വെച്ചിട്ട് പല രീതിയിൽ ഇപ്പോഴും പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് പറയാം, നിന്റെ പഴയ ഓർമ്മ എടുക്കാൻ വേണ്ടി നമ്മുടെ ഹവ അല്ലെങ്കിൽ ഏതെങ്കിലും നിനക്ക് ഓർമ്മയല്ലേ അന്നത്തെ ട്രെൻഡിങ് പാട്ട് അതൊക്കെ. അപ്പൊ അതിൽ 2 വരി നീ പാടി നമുക്ക് നോക്കാം എങ്ങനെ അല്ല ഏതെങ്കിലും നിനക്ക് ഓർമ്മ 2 വരി, കൂടുതലൊന്നും പാടണ്ട, 2 വരി മാത്രം. നമ്മൾ അന്ന് അറിയുന്ന ആളുകൾക്ക് ഇത് നമുക്ക് ഷെയർ എത്തിക്കും, അവർക്ക് ഉണ്ടാവുന്ന എനർജി വേറെയാണ്. മനസ്സിലായില്ലേ? 2 വരി എനിക്ക് ഓർമ്മയുള്ളത് പാടി നോക്കാം നമുക്ക്. ഏത് പാട്ട്? ഏതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത്, മാപ്പിളപ്പാട്ടോ അല്ലെങ്കിൽ ഓർമ്മയുള്ള ഏതെങ്കിലും 4 വരി ഇപ്പൊ ഓർമ്മയില്ലായിരിക്കും. അന്ന് എന്തെല്ലാം പാട്ട് പാടിപ്പോയി നമ്മള് ഹവ അതൊക്കെ ഓർമ്മയില്ല. ഞാൻ സത്യത്തിൽ ഇവന്റെ ആരാധകനട്ടോ അന്ന്. കാരണം ഇപ്പൊ നീ നീച്ചൊക്കെ വെച്ചിട്ട് എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ലല്ലോ. അപ്പൊ ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് എന്നും ഒരു മാർക്കറ്റാണ്. അന്ന് പാടുന്നുണ്ട് ഒരുപാട്. നോക്കാം, ലളിതഗാനം പാടാം. ഓക്കെ, കുറച്ച് മതി, ഫുള്ളായിട്ട് വേണ്ട. അനില മഹാക്ഷേത്ര തിരുനടയിൽ അഞ്ജലി പത്തനായി നിൽക്കുമ്പോ അനുകർമ്മങ്ങളിൽ അറിയാതെ നിന്ന ആലിലത്തനുവൂടെ കണ്ടു, അമ്പലം ചുറ്റുന്നൊരാമുഖം കണ്ടു. അനില മഹാക്ഷേത്ര തിരുനടയിൽ. പൊളിയടാ പൊളി. ഇപ്പോഴും നീ ആ പവർ നടത്തിയത് കണ്ടല്ലോ നമ്മുടെ ചങ്ക്. ഫുട്ബോളും പാട്ടോട് അമീദിന്റെ ഏറ്റവും വലിയ ഒരു ക്രിയേറ്റിവിറ്റി